ഈടോ ഇത് എന്ത് നടത്തോടോ? എനിക്ക് കുറച്ചുകൂടി മുന്നോട്ട് നടക്കാറ്. മുന്നോട്ട് നടന്ന ഓടേണ്ടി വരും. അതെന്താണ്? പട്ടികൾ ഓടിച്ചിട്ട് എന്റെ മൊബൈലും കൊണ്ടുപോയില്ലേ? ആ പുതിയ ഫോണും കൊണ്ടോ? എന്തിനു കൊണ്ടുപോയതാണോ? എല്ലാം റീൽ ചെയ്യാൻ കൊണ്ടായിരിക്കുള്ളൂ. കണ്ടിട്ടില്ലേ പട്ടികൾ ഇപ്പൊ റീൽ ചെയ്ത് പോസ്റ്റ് ചെയ്യണം. അതിനൊന്നും പറ്റൊന്നുമില്ല. അത് ഓപ്പൺ ആക്കാൻ പറ്റണ്ടേ? ഞാൻ ഫേസ് ലോക്ക് ഇട്ടേക്കണല്ലേ? ഫേസ് ലോക്കാം. അതിപ്പോ ഏതെങ്കിലും പട്ടി പൈസ അടിച്ചാ അത് ഓപ്പൺ ആയാല വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഒരു തമാശക്ക് പറഞ്ഞാ അല്ല ബന്ധു, എന്റെ നടുവേന് ഇതുവരെ മാറി. എവിടെ നിന്ന് മാറാൻ? ഈ കാണാത്ത ഡോക്ടർമാരൊന്നുമില്ല. ഒരു ഉഗ്രം വൈദ്യരുണ്ട്. ഡോക്ടർമാർ കഴിഞ്ഞ കേസ് വരെ അവിടെ എടുത്തു. താനൊന്നും ഇത് കണ്ടു നോക്ക്. വൈദ്യരാ? അതെവിടെയാണ്? അത് കുറച്ച് ദൂരെയാണ്. ദൂരാണല്ലേ? അതിനെന്താണോ, ഞാനും വേണി കൂടെ വരാം. എന്നാ പോവാല്ലേ? കാര്യം പറയണം. വൈദ്യരെ, എന്റെ കാലം ഇങ്ങനെ കുത്തുമ്പോഴേ ഭയങ്കര വേദന. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രശ്നമല്ലായിരിക്കുമോ? സൾഫ്യൂരിക് ആസിഡ് അല്ല, യൂറിക് ആസിഡ്. ഇങ്ങനെ കുത്തി നടക്കുമ്പോഴത്തേക്കല്ല വേദന. ഇങ്ങനെ നടക്കുമ്പോ വല്ല പ്രശ്നം അന്ന് അങ്ങനെ കുത്തി നടന്നോ? മദ്യപിക്കണ കൂട്ടത്തിലാണോ? മദ്യപിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു അരിഷ്ടം തരാം. അതൊരു അരമണിക്കൂർ ഇടവിട്ടിട്ട് കഴിച്ചാൽ മതി. അല്ല വൈദ്യരെ, ഇങ്ങനെ കുത്തി നടക്കുമ്പോ വേദന ഇല്ലെങ്കിൽ അരിഷ്ടം മേടിക്കേണ്ട കാര്യമുണ്ടോ? എന്നാ പിന്നെ ഇങ്ങോട്ട് വരാൻ നിന്ന് എന്തിനാ? വൈദ്യരും ഡോക്ടറും എന്തെങ്കിലും മരുന്ന് എഴുതുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാര്യമുണ്ടോ? അതിനെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. എന്നാ ഇച്ചിരി അരിഷ്ടം തന്നേക്കും. നമുക്ക് വൈദ്യരെ കാണിക്കാന്നേ. പിന്നെ ലഹരിക്ക് ചികിത്സിക്ക് വന്നാ പുള്ളി ഇവിടെ വന്നേ പിന്നെ ഇവിടുത്തെ ബിവറേജ് വരെ കൂട്ടിപ്പോയി. ഇവിടെയും കണ്ടുകൊണ്ട് വീടുന്നാണ് പറഞ്ഞത്. വൈദ്യർക്ക് ഇവിടെ നല്ല പേരാണല്ലേ. നേരത്തെ വരണ്ടായിരുന്നു. വാതിലവിടെ നടക്കണല്ല. വൈദ്യര് ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും ഇവിടം വരെ വന്നതല്ലേ, നോക്കിട്ട് പോ. വൈദ്യരെ, വൈദ്യരെ, എന്താ വൈദ്യരൊന്ന് കാണാൻ വേണ്ടി വന്നു. പറയൂ. വൈദ്യരെ, എന്റെ അവിടൂടെയൊക്കെ ഭയങ്കര വേദന. ഇവിടെ വന്നാൽ മാറുമെന്ന് എല്ലാരും പറയും. മാറുമോ വൈദ്യരെ? ഞാനിവിടെ കൂടോത്രമൊന്നുമല്ല ചെയ്യണത്. മരുന്ന് വരും, അത് ശരീരത്തെ പിടിച്ചാൽ മാറും. അത്ര തന്നെ. അത് മതി. എന്നാ ഞാനൊന്ന് നോക്കട്ടെ. ഇതാരാ? എന്റെ കൂട്ടുകാരനോ? കൂട്ടുകാരൊക്കെയാണെന്ന് കരുതി ഹോട്ടൽ ഫുഡൊന്നും അധികം മേടിച്ചു കൊടുക്കുക. അത് ഞാൻ ശ്രദ്ധിച്ചോ. ഞാനൊരു അരിഷ്ടം തരാം. അത് ഒരാഴ്ച കഴിച്ചിട്ട് വന്നാൽ മതി. ഇത് 2 സ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് രാവിലെയും വൈകുന്നേരം കഴിക്കാം. സത്യം വല്ലതും ഉണ്ടാവും വൈദ്യരെ? ബീഫൊക്കെ കഴിക്കാമോ? കറിയായിട്ട് വേണ്ട, ഫ്രൈ ആയിട്ടാണെങ്കിൽ മരുന്നിന്റെ ഒപ്പം കുറച്ചൊക്കെ കഴിക്കാം. സമാധാനം. ശരി വൈദ്യരെ. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നം കേട്ടോ. ആ ജോബിയുണ്ട്, അവനെ കൊണ്ട് ഒരു പപ്പിടിക്കാം. അത് ശരിയാ, അവൻ മാത്രം അങ്ങനെ വലിക്കാനും കുടിക്കാനും നല്ലതായിട്ട് നടക്കണ്ട. അവന് വലിക്കണമെന്നൊക്കെ ഉണ്ട്. അച്ഛൻ പിടിച്ച് കൂനാകുത്തും. അവന്റെ അച്ഛൻ വെറും അടക്കാണല്ലേ. നീയൊക്കെ ഇവിടെ നല്ല വലിയാണല്ലേ. നീ വലിക്കാത്തതിന് ഞങ്ങ എന്ത് ചെയ്യാനാ? വലിച്ചിട്ടിപ്പോ എന്തിനാ? ഇതിലെന്തുണ്ടായിട്ടാ? എന്താ ഉള്ളന്നാ പറഞ്ഞു കൊടുക്കാനാ? എടാ, ഈ ഗീത് എനിക്ക് എങ്ങനെ സെറ്റായെന്ന് വെച്ചാ, ഈ സിനിമയിലൊക്കെ ലാലേട്ടൻ വന്ന് തുളക്കച്ചരിച്ച് സിഗരറ്റ് ഒക്കെ ചുണ്ടത്ത് വെച്ചൊരു വലിച്ചിട്ട് ഒരു പ്രപ്പോസൽ, അവൾ അതില് വീണ്. ആണാ? ഒരെണ്ണം കൊടുക്കടാ. ഞങ്ങൾ പിടിച്ചേ ഒരു പപ്പങ്ങാടി ഇടിച്ച് അങ്ങോട്ട് വലിക്കും. വലിക്ക്. അങ്ങനല്ലടാ, അങ്ങനെ ഇരുത്തി വലിക്ക്. വിഴുങ്ങിയ എടാ, ഈ വിഴുങ്ങാണ്ടി ഇരുത്തി വലിക്കടാ. എടാ വിഴുങ്ങിപ്പോയടാ. പുക അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥത. എന്ത് ചെയ്യണം? എന്നോടാരാ വിഴുങ്ങാൻ പറഞ്ഞത്? വഴമ്പുണ്ടായിരിക്കണേ. എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. വേടാ, അപ്പം വിളിക്കണ്ട. നീ ഫോൺ എടുക്കടാ. ഫോണാണെന്ന് അപ്പന് ഫോൺ അടിക്കും. ഓ കട്ടായിക്ക ഫോണിൽ മണം അടിക്കാൻ എങ്ങനെയാണ് മണ്ട? അത് ശരിയാണല്ലോ. എടാ, ഈ പുകയാൻ വെച്ച് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. തൊല്ലല്ല, ഒരു പണിയുണ്ട്. അയാൾക്കാണ് ഒരു കുളിയ മേടിച്ച് വെച്ചാൽ പോടാ. പുക എങ്ങനെയുള്ള ഈ പോവാനാ? എടാ, പുകയുടെ ഞങ്ങളെ കൈ പോയിക്കോളൂടാ. നീ പോയാ കുളിയാൻ വെള്ളം എടുത്തുണ്ടാ. എടാ വേണ്ട കേട്ടടാ.
ഒന്ന് എഴുന്നേറ്റേ നടന്നു നോക്കിയാന്ന് എങ്ങനെയുണ്ടോ? അയ്യോ എന്തോ നീ എന്തുടി നോക്കണേ? പോകെ ഇളകി പോകുമ്പേ ഏത് കളറിലാ പോണേ നോക്കിയതാ. ഓളെ ഉളകടന്ന് ഒന്ന് പോളാടന്ന് കൂറാൻ മുട്ടിക്കൊണ്ടിരിക്കുമ്പോഴ അവനെന്താണ് ആ കുണ്ടി പൊത്തിപ്പിടിച്ചാൽ ഓടുന്നത്? അവനോട് സിഗരറ്റ് വലിക്കാൻ നോക്കിയതാ. പണി പാളി. സിഗരറ്റ് വലിക്കാൻ നോക്കിയ സാധാരണ ആളുകൾ വായിക്കൂടെ വലിക്കുന്നത്, ഇവനെന്താ കുണ്ടിക്കൂടെ വലിക്കാൻ നോക്കിയ? വളച്ച തമാശ പോടത്. അവൻ പറഞ്ഞ ഞാൻ ഇത്ര നേരം നോക്കിയൊന്നും കണ്ടിട്ടില്ല. ഞാൻ അറിയാതെ ഒന്ന് കയറി പോയേ. ആശ്വാസമായി. ഇതുവരെ തീർന്നില്ല. എവിടെയാ നടന്നത്? ഞാനാ ശിവുന്റെ പ്രസാദിന്റെ കൂടെ തണുപ്പോടെ ഇരിക്കണ. സംസാരിക്കാൻ പോരാ. നീ എന്താ ആവേശില്ല? ഇത് ഞാൻ ആ സ്മോക്ക് ബിസ്ക്കറ്റ് എന്താണ് കണ്ട കഞ്ചാവ് മണിക്ക് വന്നേക്കണ. നീ അതും പറഞ്ഞ് നടക്കി. നാട്ടിൽ മുഴുവൻ സ്വന്തം മകനെ കുറിച്ച് കഞ്ചാവും മയക്ക് വരുന്നാന്ന് പറഞ്ഞ് നടക്കുന്നത് തന്താ. ഞാനിവിടെ എന്ത് പറഞ്ഞാ നീ പറയണം? അച്ഛനാ ഗോപിയേട്ടനോട് ഞാൻ കഞ്ചാവും മയക്ക് വരുന്നാന്ന് പറഞ്ഞ. ഗോപിയേട്ടനാണ് നിന്റെ വലിയച്ഛന്റെ മോനല്ലേ. ഞാനിപ്പോ പറഞ്ഞാലെന്താ? മാത്രമല്ല അവന്റെ ആവിടെ ഒരിക്കലും പാതിരാക്കൾ വീട്ടു വരും. പിന്നെ അവൻ ആരോട് എന്ത് പറയാനാ? ഓ ഞാനത് പറഞ്ഞു. പോസ്റ്റ്മാനായ ഗോപിയേട്ടൻ നാട്ടുകാരെ കാണാൻ ഒരു കുഴപ്പമില്ലപ്പാ. പോസ്റ്റ്മാനാ? അവൻ ലൈൻമാനല്ലടാ. പോയി എന്റെ മോൻ കൂട്ടുകെട്ടിപ്പെട്ട് നശിഞ്ഞോളൂ. എന്താടോ? ഇന്നലെ രാത്രി അവൻ കഞ്ചാവ് മയക്ക് വരുന്ന എന്നിട്ടൊക്കെ അടിച്ചു എന്നോട് തട്ടിക്കറിയണോ? ആണാ? അതേന്ന് ആലോചിച്ചിട്ട് ഒരു എത്തുമ്പോഴേക്കും കിട്ടണത്. അങ്ങനെയാണെങ്കിൽ വല്ല ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാൻ പാടില്ല. ട്രീറ്റ്മെന്റിന് ഇപ്പൊ എവിടെ കൊണ്ടുപോകാനോ? എടോ ആ വൈദ്യരുടെ അടുത്ത് കൊണ്ടോടോ. തനിക്കതിൽ കുറവുള്ളതല്ലേ? ആ വൈദ്യരല്ലേ, അങ്ങനെ ഇതൊക്കെ ചികിത്സിക്കോ? പിന്നെ അവിടെ ഡോക്ടർമാര് കൈയൊഴിഞ്ഞ കേസ് വരെ അവിടെ എടുക്കാണ്ട്. ശരിയാണ്. അന്ന് അവനെ പിന്നെ കൊണ്ടുപോകാനുള്ള പരിപാടി നോക്കാം അല്ലേ? ആ ഒട്ടും സമയം കളയണ്ട. അപ്പം തന്നെ ഞങ്ങൾ പോയി കണ്ടാ മതി. എന്നെ കൊണ്ടൊന്നും പറ്റിയൊന്നുമില്ല. എടാ നല്ല വൈദ്യരല്ലേ, നിനക്ക് വന്ന് കണ്ടെന്ന് വെച്ചെന്താ? ഇല്ലേ എന്നെയല്ല ചികിത്സിക്കേണ്ടത്. അപ്പന്റെ ഉടുക്കത്തെ സംശയരോഗത്തെയാണ്. അപ്പനെ അത് ആദ്യം ചികിത്സിച്ച് വേദാണ്ടെന്ന് നോക്ക്. നീ വരും മോനെ, നിന്നെ ഞാൻ കൊണ്ടുപോകും. ആശാനാണ്. ഹലോ, ആ എന്താ ആശാനെ? ഹോം സീറോ സ്പീക്കിംഗ്. ചെറിയൊരു പണിയുണ്ട്, നിങ്ങൾ ഇവിടെ ഒന്ന് വരണം. ആ ശരിയെന്നാ. എന്ത് പണിയാണാവോ? വല്ല തല്ലിട പണിയാ? ആ എന്താന്നാവും. പുള്ളി എന്താ പേര് മാറ്റിയാ? സോംജീറാവാ? പേര് സോമൻ തന്നെയാണ്. പക്ഷെ ആളൊരു സിനിമാ ഭ്രാന്തനാണല്ലോ. അപ്പൊ കാണുന്ന പടത്തിലെ മെയിൻ വില്ലന്റെ പേര് അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് പറയും. ഇന്ന് കണ്ട റാഞ്ചിറ സ്പീക്കിംഗ് ആയിരിക്കും. ഇന്നലെ കിരിക്കാണ് സോമൻ എന്നും പറഞ്ഞാണ്. എടാ തല്ലൊന്നും കിട്ടില്ല, ഒരു ചെറിയ കിഡ്നാപ്പിംഗ്, അതും മനുഷ്യ തന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പോലീസ് കേസും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അത് ഞാൻ ഗ്യാരണ്ടി തരാം. അതെ, നല്ല ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട്. നോക്കാല്ലേ? നോക്കി കളയാ. എടാ ഒരു അഗ്രി സിഗരറ്റ് വാങ്ങിച്ചിട്ട് വന്നേ. നീ ആ വണ്ടിയായിട്ടാണ് വാങ്ങിച്ചത്. 2 മണിക്കൂറായി 2 എണ്ണത്തിന്റെ സിഗരറ്റ് വാങ്ങിക്കാൻ വിട്ടത്. അവനെന്താണ് നടന്നു പോയത്? നിങ്ങൾ അങ്ങോട്ട് പോയത് ഇങ്ങനെ തന്നെയാണോ? ആ എനിക്കിലൂടെ ആ കാണുന്നതാണ് വീട്. ആ കാണുന്നതാ? അവിടെ ആരാ? ഇടക്ക് അവിടെ കഞ്ചാവ് അടിച്ച് കിളി പോയ ഒരുത്തനുണ്ട്. അവന് വൈദ്യന്റെ അടുത്ത് എത്തിക്കണം, അതാണ് കൊട്ടേഷൻ. കിളി പോയാ? നീ ഇന്നലെ ഭ്രാന്തളകാനാണ് കൊടുത്തത്. എന്താടാ, എന്താ പ്രശ്നം? ഈ കൊട്ടേഷൻ ഞങ്ങൾക്ക് പോയിട്ട് പറ്റൂലെന്നാ? ഇടിച്ച് തൂറിക്ക് ഞാൻ രണ്ടിനെ. പോയി തട്ടിക്കൊണ്ടോടാ. വണ്ടിയിൽ കവറുണ്ടായ അല്ലെങ്കിൽ നമ്മ പെട്ടുപോയെ. കിട്ടു. ഹലോ ചേട്ടാ, ഞാനത് സ്റ്റെയർ ചെയ്ത് വരുന്നുണ്ട്. മോളിൽ തന്നെ അല്ലേ? ആ ശരി ശരി. അവിടെ പിടിച്ച് വണ്ടി കേട്ടാ.
എന്താടോ ഈ കോലത്തില്? ഇങ്ങാട് വരാൻ മടി കാണിച്ചപ്പോ ഒരു പൊട്ടേഷന്റെ സഹായം തേടിയാണ് വൈദ്യുതി. അപ്പൊ അതിലെ തുണിയങ്ങൾ മാറ്റി കെട്ട കഴിച്ച് പിന്നെ നിങ്ങൾ രണ്ടും പുറത്തൊക്കെ അങ്ങ് ഇറങ്ങിയെന്നെ. വൈദ്യുതി എനിക്കൊരു കുഴപ്പമില്ല. കഞ്ചാവ് പോയിട്ട് ഒരു സിഗരറ്റ് വലിക്കാൻ പോലും എനിക്കറിയാൻ പാടില്ല. കള്ളന്മാരും കൊലപാതകങ്ങളും കുറ്റം ചെയ്തിട്ട് ചെയ്തില്ലെന്നേ പറയാം. ഇത് അതുപോലെയൊന്നുമല്ല, ഞാൻ സത്യമാണ് പറയണത്. ഇത് അപ്പന്റെ വെറും തോന്നലാണ്. പച്ചക്കള്ളമാണ് വൈദ്യുതി പറയണത്. ഇപ്പൊ പോലിക്കണ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇവിടെ താൻ പേടിക്കൊന്നും വേണ്ട. ഞാനൊരു അരിഷ്ടം മാത്രമേ എഴുതാനുള്ളൂ. അത് നേരാവണ്ണം കഴിക്കുകയാണെങ്കിൽ കുടിക്കാനും വലിക്കാനും ഉള്ള ടെൻഡൻസിയിൽ മാറ്റം വരും. എടാ, ഈ മരുന്ന് കഴിച്ചേ. ആഹാ, കൊടുക്കണ പൊട്ടേഷൻ കൈയും കല കെട്ടിക്കൊണ്ട് ഓർമ്മയുണ്ടല്ലോ. മരുന്ന് ചെയ്തോടെ ഇന്ന് വാങ്ങിക്കണം. ആ ശരിയാണ്, എന്റെ മരുന്ന് തീരാറായി. നമുക്ക് ഇന്ന് പോയി വാങ്ങിക്കട്ടാ. ശരിയെന്നാ. എന്റെ ദൈവമേ, എന്റെ മോളി ഇപ്പഴാണ് നോർമലായി തുടങ്ങി. നടക്കണേക്കാണ്. നിനക്കെന്താണ് ഇത്ര മടി? അപ്പൊ അവിടെ പോലീസൊക്കെ ഇപ്പുണ്ടല്ലോ. ആ എന്താണെന്നാവോ? സാറേ എന്താണ് സാറേ പ്രശ്നം? ഇവൻ ലോകമല്ലേ അരിഷ്ടന്മാരോട് ചാരായം മാറ്റി കൊടുക്കരുത്. ചാരായോ? അതും മദ്യം ഒട്ടും കഴിക്കാത്തവന് അരമണിക്കൂർ ഇടവിട്ടാണ് ഇവൻ അരിഷ്ടം കുറിച്ചു കൊടുത്തോണ്ടിരുന്നത്. എന്തിനാണെന്നാ? അവരെയൊക്കെ മദ്യത്തിന് അഡിക്റ്റ് ആക്കാൻ. അപ്പൊ എനിക്ക് 10 മിനിറ്റ് ഇടവിട്ടാർന്ന്. നടക്കണം കൂടെ. സാറേ, ഈ കേസിൽ അധികം നാളെ ഹത്യ നടക്കേണ്ടി വരും. എന്തിനാടാ? അല്ല, ഈ വാറ്റും മറന്നുപോന്നറിയാൻ വേണ്ടി ചോദിച്ചാണ്. അതൊക്കെ മറന്നു പോകാത്ത രീതിയിൽ ഞങ്ങൾ ശരിയാക്കി തന്നോളാം. ഒരു ദുശീലില്ലാത്ത എന്നെ മുഴുക്കുടിയനാക്കി ഞാൻ എനിക്കിനി മദ്യമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇതേ കണ്ടില്ലേ കൈ വിറക്കണ. പോയി എവിടെയെങ്കിലും പോയി ഒരു പൈൻ്റ് വായിച്ചുണ്ടോ?